ഒരാളെ വിളിക്കും, എന്നിട്ട് അവനോട് അവൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടാൻ പറയും, എന്നിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ലക്ഷ്മിയും സാബുമാനും കൂട്ടും. റൂമിൽ മനസ്സിലായോ? ഇനി സ്റ്റോർ റൂമിൽ വലിയ ഭക്ഷണമായിരിക്കും. ബിക്കോസ് ഫസ്റ്റ് വന്നത് ഇത്രയായിരുന്നു, സെക്കൻഡ് വന്ന് ഇത്രയായിരുന്നു, മൂന്നാമത് വന്ന് ഇത്രയായിരുന്നു, ഇനി നാലാമത്തെ വരുമ്പോൾ ഇത്രയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരും കാണാതെ എൻ്റെ ഓരാക്കല്ലേ നിങ്ങൾ തമാശയല്ല, വെയിറ്റ് ചെയ്യുന്നേ കള്ളം പറയണ്ടേ? ഇവിടെ എന്തിനാ ബ്ലാക്ക് മെയിൽ ചെയ്യണത്? കാര്യമുണ്ട്. ഒരു ഗെയിം നടക്കുന്നുണ്ട്. ഷാനവാസിന് മാനസികമായിട്ട് പറ്റിയിട്ടുണ്ട്. ബാഡ് ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. അതെ ബാഡ് ഓപ്ഷൻ ആയിരുന്നു. കുറെ ചിക്കൻ പീസും മറ്റേ ഇതൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ അവരെല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇനി എന്താ മന്തി വരും, 4-5 ആൾക്കാർ ഇരുന്ന് കഴിക്കണമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസ് 7 മലയാളം എപ്പിസോഡ് അപ്ഡേറ്റ് ആണ്. ഷാനവാസ് എന്താ മണ്ടനാണോ? ഒരു ടാസ്ക്, പ്രത്യേകിച്ച് ഒരു സീക്രട്ട് ടാസ്ക് നേരെ വണ്ണം കളിക്കാൻ അറിയില്ലേ? ആര്യൻ നല്ല രീതിയിൽ കൊണ്ടുപോയ ടാസ്ക്കായിരുന്നു. ആര്യൻ പിന്നീട് അക്ബർ എത്തി, അതിലേക്ക് സാബുമോൻ എത്തി, പിന്നെ ലക്ഷ്മി എത്തി, അതിലേക്ക് വീണ്ടും ബിന്നി എത്തി. നല്ല രീതിയിൽ ആ ടാസ്ക് കൊണ്ടുപോകുന്നിടത്ത് ഷാനവാസ് വന്ന് കൊളാക്കി. ഷാനവാസാണെങ്കിൽ അക്ബർ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്, ആര്യനാണെങ്കിൽ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒരു തലക്കടി കിട്ടിയ അവസ്ഥ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഞാൻ ഇവരുടെ കൂടെ നിന്നാൽ അവർ വലിയ ആളാകുമോ, അല്ല അവർക്ക് എന്തെങ്കിലും പവർ കിട്ടുമോ എന്നൊരു പേടി, ഒരു ട്രസ്റ്റില്ലാത്ത അവസ്ഥ. നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ടാസ്ക്കായിരുന്നു അത്. കാഴ്ചക്കാർക്കും വീട്ടിലുള്ളവർക്കും ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് സാബുമോൻ്റെ എൻട്രി. ഷാനവാസും കൂടി അവരോട് കൂടിയിട്ടുണ്ടെങ്കിൽ സാബുമോൻ്റെ എൻട്രിയൊക്കെ വേറെ ലെവലിൽ അവർക്ക് കാണിക്കാമായിരുന്നു. കാരണം ബാക്കിയുള്ള വീട്ടുകാരൊക്കെ പറ്റിച്ച് അവർക്കൊരു രീതിയിൽ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഷാനവാസ് ലാസ്റ്റ് നിമിഷത്തിൽ എല്ലാം കുളമാക്കി. XM channel, please subscribe and like.